ഒരുപാട് യൂട്യൂബ് വീഡിയോകളിലൂടെയും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ട്രോളുകളുടെയും നമ്മൾ കണ്ട് പരിചിതമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് പോക്കറ്റ് എഫ്. ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഉപയോഗം എന്താണ്? പരസ്യങ്ങളിൽ പറയുന്നത് പോലെ വീഡിയോ ആയിട്ട് തന്നെ ഇതിൽ കഥ കേൾക്കാനും കാണാനും സാധിക്കുമോ എന്നുള്ള ഒരുപാട് പേരുടെ സംശയങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് ഈ ഒരു വീഡിയോ. ഞാൻ ഒരുപാട് മുന്നേ തന്നെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് പോക്കറ്റ് എഫ്. ഒരുപാട് കാലമായിട്ട് ഇത് ഉപയോഗിച്ച് പോരുന്നുണ്ട്. അപ്പോൾ ഈ ഇടയായിട്ട് എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ പരസ്യം കണ്ടിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തത്. പക്ഷേ ഇത് യൂസ് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. ഒരു വീഡിയോ ചെയ്യാമോ, അല്ലെങ്കിൽ ഇത് ഒന്ന് ലളിതമായിട്ട് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടാണ് യൂട്യൂബിൽ മലയാളത്തിലുള്ള വീഡിയോകളുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ ഒരൊറ്റൊരു വീഡിയോ പോലും ഇതിൻ്റെ ട്യൂട്ടോറിയൽ സംബന്ധിച്ചിട്ടില്ല. ഇതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടാക്കാനുള്ള കാരണം. അപ്പോൾ നിങ്ങൾ വീഡിയോ പൂർണ്ണമായും കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്താണ് ഇതിൽ പറയുന്നത്, ഇതിൻ്റെ കണ്ടൻറ്റ് മുഴുവനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ പുതിയ ആൾക്കാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ ചെറിയൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈ പോക്കറ്റ് എഫ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഇന്ത്യയിൽ, അതായത് ലോകത്ത് തന്നെ ഇംഗ്ലീഷ് ഭാഷയായാലും അതുപോലെ തന്നെ ഇന്ത്യൻ റീജിയണൽ ലാംഗ്വേജസ് ആയാലും ഹിന്ദി ആവട്ടെ, തെലുങ്ക് ആവട്ടെ, കന്നഡ, തമിഴ്, അതുപോലെ തന്നെ മലയാളം, ഇങ്ങനെയുള്ള എല്ലാ ഭാഷകളിലും ഈ ഒരു ആപ്ലിക്കേഷൻ നിലവിലുണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നതിനെ കുറിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ശേഷം ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ ഈ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ എൻ്റെ ഇൻ്റർഫേസ് നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും കാണാൻ സാധിക്കുക. പക്ഷേ നിങ്ങളൊരു പുതിയ ഉപയോക്താവാണെങ്കിൽ നിങ്ങൾക്കിത് ലോഗിൻ ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ID വെച്ചിട്ടോ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ വെച്ചിട്ടോ നിങ്ങൾ ലോഗിൻ ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലാംഗ്വേജ് തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന കാറ്റഗറി, അതായത് സ്റ്റോറി കാറ്റഗറി തിരഞ്ഞെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലൊരു ഹോം പേജാണ് കാണാൻ സാധിക്കുക. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഹോം പേജിലാണ്. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് കാണാം പോപ്പുലർ ഓൺ പോക്കറ്റ് എഫ്, അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്ലേ ചെയ്തിട്ടുള്ള സ്റ്റോറീസാണ്. അതുപോലെ ട്രെൻഡിങ് ദിസ് വീക്ക്, ഈ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള സ്റ്റോറികൾ, അതുപോലെ ടോപ്പ് പിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറി ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ആദ്യമേ പറയട്ടെ, കാണാൻ സാധിക്കില്ല. പിന്നെ അടുത്ത കാറ്റഗറിയാണ് സെർച്ച് എന്നുള്ളൊരു ഓപ്ഷൻ. ഇവിടെ നിങ്ങൾക്ക് ഏത് സ്റ്റോറി വേണോ അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് എടുക്കാം. പിന്നെ അതിൻ്റെ താഴെ തന്നെ സസ്പെൻസ്, ഫാൻറ്റസി, ക്രൈം, ഹൊറർ, അങ്ങനെ ഒരുപാട് കാറ്റഗറികളുണ്ട്. ഈ കാറ്റഗറികൾപ്പെട്ട ഒരുപാട് സ്റ്റോറികൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ഒരു പ്രാവശ്യം കൂടി പറയട്ടെ, നിങ്ങൾക്ക് ഈ സ്റ്റോറികളൊക്കെ കേൾക്കാൻ മാത്രമേ സാധിക്കൂ, കാണാൻ സാധിക്കില്ല. ഈ കാണാൻ സാധിക്കുക എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂട്യൂബ് ആഡുകളിൽ കാണാൻ സാധിച്ചതായിരിക്കും. അതായത് യൂട്യൂബ് ആഡുകളിൽ നിങ്ങൾക്ക് പരസ്യത്തിൽ കാണിച്ചിട്ടുണ്ടാവുക, ഒരു വീഡിയോ രൂപത്തിലായിരിക്കും നിങ്ങൾക്ക് പരസ്യം കണ്ടിട്ടുണ്ടാവുക. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്കത് കാണാൻ സാധിക്കില്ല, കേൾക്കാൻ മാത്രമേ സാധിക്കൂ. അപ്പോൾ ഈ സംശയം മാറിക്കിട്ടിയെന്ന് കരുതട്ടെ. അതിന് ശേഷമുള്ള നമ്മുടെ ഓപ്ഷനാണ് മൈ ലൈബ്രറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ. ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ, അതായത് ഈ ഓപ്ഷൻ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും ഞാൻ മുമ്പ് വായിച്ചിട്ടുള്ള സ്റ്റോറികളും അതുപോലെ തന്നെ ഞാനിവിടെ പിക്ക് ചെയ്തിട്ടുള്ള സ്റ്റോറികളുമാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അതിന് ശേഷമുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതായത് പോക്കറ്റ് VIP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ പേ ചെയ്തിട്ടുള്ള ഒരു ഓപ്ഷനാണ്. മുകളിൽ കാണാം എൻജോയ് അൺലിമിറ്റഡ് എൻ്റർടൈൻമെൻറ്റ്. അതായത് നമ്മൾ പേ ചെയ്യാതെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാൽ ഒരു ദിവസം നമ്മൾക്ക് 2 എപ്പിസോഡ് മാത്രമേ കേൾക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് ഇംഗ്ലീഷ് സ്റ്റോറികൾ കേൾക്കാൻ സാധിക്കില്ല, ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കില്ല, പരസ്യത്തിൻ്റെ ഒരുപാട് ശല്യം ഉണ്ടാവും, അതുപോലെ തന്നെ HD ക്വാളിറ്റി ഉണ്ടാവില്ല. ഈ പോഡ്കാസ്റ്റ് മാത്രമേ നിങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ. പക്ഷേ നമ്മുടെ 399 രൂപയുടെ, അതായത് വർഷത്തിൽ 399 രൂപയുടെ പ്ലാൻ സെലക്ട് ചെയ്തിട്ട് പേ ചെയ്താൽ നമ്മൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇംഗ്ലീഷ് സ്റ്റോറികൾ ലഭ്യമല്ല, HD ഓഡിയോ ക്വാളിറ്റി നമുക്ക് ലഭ്യമായിരിക്കും. പിന്നെയുള്ള പ്ലാന് പ്രീമിയം പ്ലാനാണ്, 1499 രൂപയുടെ പ്രീമിയം പ്ലാൻ. ഇതിൽ നമുക്ക് ഒട്ടുമിക്ക എല്ലാം ലഭ്യമാണ്. HD ക്വാളിറ്റി, ഡൗൺലോഡ്സ്, ഇംഗ്ലീഷ് സ്റ്റോറികൾ, അതുപോലെ തന്നെ എല്ലാ സ്റ്റോറിയും എല്ലാ ദിവസവും നമുക്ക് കാണാൻ സാധിക്കും. കംപ്ലീറ്റ് സ്റ്റോറി ആയിരിക്കും. അതുപോലെ പോഡ്കാസ്റ്റ്, ഓഡിയോ കോഴ്സസ് എല്ലാം നമുക്കിതിൽ ലഭ്യമാണ്. ഇനി ഇതെങ്ങനെയാണ് പേ ചെയ്യുക എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഏത് പ്ലാനാണോ വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത് വർഷത്തിൽ 399 രൂപ അടച്ചിട്ടുള്ള പ്ലാനാണ്. നിങ്ങൾക്ക് പ്രീമിയം വേണമെങ്കിൽ പ്രീമിയം സെലക്ട് ചെയ്യാം. അതിന് മുമ്പായിട്ട് നിങ്ങളോട് പറയാനുള്ള വേറൊരു കാര്യം, നമ്മൾ ഈ പേ ചെയ്യാതെ യൂസ് ചെയ്യാനുള്ള പ്രശ്നം, ഒരു ലോ ക്വാളിറ്റി ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ പേ ചെയ്താൽ വളരെ മികച്ചൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും നമുക്കിതിൽ ലഭ്യമായിരിക്കുക. ഇപ്പോൾ തന്നെ, അതായത് പേ ചെയ്യാതെ തന്നെ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എനിക്ക് വളരെ നന്നായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ പേ ചെയ്താലുള്ള അവസ്ഥ എന്താകുമെന്ന് നിങ്ങൾക്കിതിൽ നിന്ന് തന്നെ ഊഹിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ VIP
ആളുകളാണെങ്കിൽ, പ്രീമിയം ആളുകളാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴും എല്ലാം ആ കമൻറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ബാഡ്ജുകൾ നിലനിർത്താൻ സാധിക്കും. ഇനി എങ്ങനെയാണ് പേ ചെയ്യുക എന്ന് ചോദിച്ചാൽ, നിങ്ങൾ പ്ലാനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ GPay, Paytm അങ്ങനെ ഒരുപാട് കാർഡ് വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് പേ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ആവശ്യമുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് ഈ വീഡിയോ ഷെയറും കൂടി ചെയ്യുക.